തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. ബട്ട് ഒന്നറിയാം, ഇന്നലെ ഞങ്ങൾ വന്നത് മുതൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായതും നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് മായയായിട്ട് കുത്തി നോയിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുത്തും ചവിട്ടും തല്ലും വേണ്ടി വന്നാൽ കൊല്ലും. അതൊക്കെ ചോദിക്കാൻ നീ അതടാ നായേ. കൃഷ്ണേട്ടാ വേണ്ട. മാറടി. എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെ പറയുക ഞാൻ. ഈ പന്ന മോളോട് എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ ആദ്യ കൃഷ്ണന് മാത്രമാണ്. മനസ്സിലായില്ല അല്ലേ? ഡോണ്ട് വറി, ഞാൻ പറഞ്ഞു തരാം. ഡി, ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാതെ ആ താലി എടുത്ത് പുറത്തേക്ക് ഇടടി. മായ, എന്താ ഇതൊക്കെ? ഇതിനൊക്കെ അർത്ഥം എന്താ? ഇവളുടെ കഴുത്തി കേൾക്കുന്നത് താലി, അത് കെട്ടിയത് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഇവളുടെ ഭർത്താവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവളെ എന്തും ചെയ്യാനുള്ള അധികാരം ഇപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മക്കളുടെ കാര്യം നോക്കി പോകുന്നതായിരിക്കും നല്ലത്. ഡാബി നിക്കേ. ഡാബി, നീ എന്താണ് ഒന്നും പറയാതെ ഇങ്ങോട്ട് കയറി പോന്നേ? ഞാൻ അവിടെ എന്ത് പറയാനാ? ഓ, അപ്പം നീ അവളെ വിട്ടല്ലേ? വിടാനാ ഞാനാ? അപ്പം വിട്ടില്ലേ? ഇല്ല. പിന്നെ നീ എന്താടാ അവളൊന്നും പറയാതെ ഇങ്ങോട്ട് പോന്നേ? ഞാനിനിയിപ്പോൾ അവിടെ പറഞ്ഞിട്ട് എന്താടാ കാര്യം? കഴിയാനുള്ളതൊക്കെ മുന്നേ കഴിഞ്ഞല്ലോ. എന്ത് കല്യാണം? ഓ അല്ല, അപ്പം നിൻ്റെ പ്ലാൻ എന്താ ഇനി നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കൂടെ അവളും ഉണ്ടാവും. അപ്പം എങ്ങനെ തട്ടിക്കൊണ്ടുപോവോ? തട്ടണോ തട്ടണ്ടെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കൂടെ അവളും ഉണ്ടാവും. അതിനവൾ വരുവാടാ. വരുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. അവൾ വരികയാണെ ഞാൻ അവളെ കൊണ്ടുപോകും. അപ്പോൾ വന്നില്ലെങ്കിലും കൊണ്ടുപോകും. അല്ല പിന്നെ. ആയി ശരി. എന്തായി? നിങ്ങളിങ്ങോട്ട് പോന്നോ ആ പെണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട്? അല്ല, ഞങ്ങൾ അഭിക്കരയാണെന്ന് വിചാരിച്ച് സമാധാനിപ്പിക്കാൻ. എങ്കിൽ ആ മൂക്കട്ടയും കൂടെ പിടിച്ചു കൊടുക്കും. ഇയാളേതാ? അഞ്ചി, നീ വന്ന് നമുക്ക് അവളെ പോയി നോക്കാം. വേടാ, നമുക്ക് നോക്കാം. നിൽക്കുന്നു മായ. എടോ മായ, താൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. നീ എന്താടോ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. അതെ, എനിക്ക് അബിയോടൊന്ന് സംസാരിക്കണമായിരുന്നു തനിച്ച്. നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ പുറത്തുണ്ടാവും. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അത് സോറി. എന്തിന്? അത് ഞാൻ ചുമ്മാ ഹോപ്പ് തന്നതിന്, എൻ്റെ കല്യാണം കഴിഞ്ഞൊന്നും അറിയാത്തതിന്. ഞാൻ ചതിക്കണമെന്ന് വിചാരിച്ചല്ല അങ്ങനെയൊക്കെ. എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഐ ലവ് യു. എനിക്കറിയാം നിനക്കൊരിക്കലും എന്നെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. നീയും ഞാനും തമ്മിൽ ഒരിക്കലും ചേരില്ല. ഒരു കല്യാണം കഴിഞ്ഞ് എന്നെ ഒരിക്കലും എനിക്കറിയാം. ഞാനും നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയൊന്നല്ല ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഇതെൻ്റെ മനസ്സിൽ കിടന്ന് വിങ്ങി എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളിവിടുന്ന് പോയാൽ നമ്മളൊരിക്കലും ഇനി കാണില്ല. അതുകൊണ്ട് എന്നോട് ദേഷ്യമൊന്നും വെക്കല്ലേ. ഹോപ്പ് തന്നതിന് എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയാതിരുന്നതിന് സോറി. പിന്നെ എൻ്റെ സ്നേഹം സത്യമാണ്, പക്ഷെ അതിനവിടെ പ്രസക്തി ഇല്ലല്ലോ. ഇനി അഭി പോയിക്കോ, അവർ അന്വേഷിക്കുന്നുണ്ടോ? മായ, മോഹിനി, ഒന്നവിടെ നിന്നേ. ഞങ്ങൾ നാളെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ നീയും ഉണ്ടാവും. നീയും ഞങ്ങളുടെ കൂടെ വാ. അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ, നീ വന്നേ പറ്റൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. എനിക്കിതുവരെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എനിക്കറിയില്ലല്ലോ നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലെന്ന്. ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം എനിക്കതില്ല. സോ നാളെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ നീയും ഉണ്ടായിരിക്കും, എൻ്റെ പെണ്ണായിട്ട് എന്നെ കൈപിടിച്ചുകൊണ്ട്. നീ എന്താടി പെണ്ണെ വിചാരിച്ചേ? നിന്നെ ഇവിടെ ഈ പട്ടികളുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോകുന്നു? നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്? അത് ഞാൻ
സോറി അബി, നിന്നോട്. ഹേയ്, അതൊക്കെ വിട്. എനിക്കറിയാം ഇതൊരിക്കലും നിൻ്റെ ഇഷ്ടത്തോടെ നടന്ന കല്യാണം ആയിരിക്കില്ല, അല്ലേ? അവരെന്നെ ഫലമായിട്ട് കല്യാണത്തിന് കൊണ്ടുപോയി. എൻ്റെ പേരിലുള്ള സ്വത്തിലാവട്ടെ കണ്ണ്, എനിക്കത് അറിയില്ലായിരുന്നു. അവർ ചതിച്ചതാ. പോട്ടെ, നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, അതേക്കുറിച്ചൊന്നും ആലോചിക്കുകയും വേണ്ട. നീ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ദെൻ നിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്ക്. നമുക്ക് നാളെ നേരത്തെ പോകാനുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത്? ഇവർ സമ്മതിക്കില്ല അതിന് അവരുടെ സമ്മതം ഇവിടെ അവർക്ക് വേണം. എനിക്ക് നിൻ്റെ മുത്തശ്ശിയുടെ സമ്മതം മാത്രം മതി. എനിക്കറിയാം മുത്തശ്ശിക്കൊരിക്കലും നീ ഇവിടെ കിടന്ന് നരകിക്കുന്നതിനോട് താല്പര്യമില്ലെന്ന്. മുത്തശ്ശിയുടെ സമ്മതം ഞാൻ വാങ്ങിച്ചെടുത്തോളാം. നീ ഇപ്പം ചെല്ല്. മതി, ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി സംസാരിച്ചെന്നാൽ ശരിയാവില്ല. എന്താകെ കരഞ്ഞ് മെഴുകി. നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നേ. ചെല്ലടോ. കിരൺ, കഴിഞ്ഞോ നിങ്ങളുടെ സംസാരം? എന്തായി? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, നിൻ്റെ പ്ലാൻ എന്താ? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല എനിക്ക്. എന്തായാലും അവളെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവർ കണ്ട ഇവിടെ ഒരു വാറുണ്ടാവും. ഉണ്ടാവട്ടെടാ, നമുക്ക് നേരിടാമല്ലോ. അവരെ സൂക്ഷിക്കണം. അവർ പോലീസിനെ എങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ സീനാവില്ലേ? എന്താണെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിഞ്ഞവരല്ലേ. ഒരു പ്രശ്നവുമില്ല, അവർ പോലീസിനെ അറിയിക്കുകയോ ഇല്ല. അതെന്താ? ഇവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഏതോ ഒരു അമ്പലത്തിൽ പോയി ഒന്ന് താലി കെട്ടി, അത്രേ ഉള്ള. അതുകൊണ്ട് അവർ പോലീസിനെ അറിയിക്കുമെന്ന് പേടി വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അവളെ. അതെ, എന്തായാലും ആരും അറിയണ്ട. ഇവിടെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് പോകണം. ഇനി അഥവാ ആരെങ്കിലും അറിഞ്ഞാലും നമുക്ക് അങ്ങനെ നേരിടാം. അതെ, പിന്നെ ഞാൻ മുത്തശ്ശിയൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് അവരുടെ സമ്മതം വേണം. അത് ശരിയാ, നീ ചെല്ലേ. കൃതി, അവള് ബാത്റൂമിൽ കയറിയിട്ട് എത്ര സമയമായി? പെണ്ണിന് വല്ല അവിവേകവും കാണിക്കോ? അല്ലേ, കഴഞ്ഞ് മെഴുകിക്കൊണ്ടാണല്ലോ പോയത്. അങ്ങനെ ചെയ്യോ? മനസ്സമാധാനം കളയാൻ വേണ്ടി. മായ, ഇതുവരെ കഴിഞ്ഞല്ലേ നിന്റെ കുളി? ഇതാ വരുവാ. നല്ല ചിരിയൊക്കെ ഉണ്ടല്ലോ മുഖത്ത്. എന്താ ഞാൻ ചിരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയല്ല, നീ കരഞ്ഞ് മൂക്കട്ടെ കൊലിച്ചോണ്ടാണല്ലോ ഉള്ളിൽ കയറിപ്പോയേ. പൊടി, നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. എന്താ, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നുണ്ട്. എങ്ങോട്ട്? അബിയുടെ വീട്ടിലേക്ക്. അതെൻ്റെ വീടല്ലേ? അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. അപ്പം അതിനിടെ ഇങ്ങനെ നടന്നു. അല്ല, ഈ ഈനാമ്പച്ചിയുടെ ഫേസും ചിമ്പാൻസിയുടെ ശരീരം വെച്ച് ഒരുത്തനുണ്ടല്ലോ തൻ്റെ കെട്ടിയോനെന്ന് പറഞ്ഞു നടക്കുന്നത്. അയാളോട് എന്ത് സമാധാനം പറയും? എനിക്കറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് നീ ടെൻഷൻ ആവണ്ട. അതിനുള്ള സമാധാനം നിന്റെ ചേട്ടൻ പറഞ്ഞോളൂ, അല്ലേ? പറയുമായിരിക്കും, അല്ലേ? എന്നോടാണോ ചോദിക്കുന്നത്? സമാധാനിപ്പിക്കാണ്ട് ഇരിക്കേ, രണ്ടെണ്ണം കൊടുക്കേ, തല്ലേ, കൊല്ലേ, എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. പിന്നെ എന്നൊന്ന് പാക്ക് ചെയ്യാൻ സഹായിച്ചേ. അതൊക്കെ ഞങ്ങളേറ്റ്. അടി, വാതിൽ മുട്ടുന്നു. അത് അവരായിരിക്കും. നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞല്ലേ? നിങ്ങളതൊക്കെ കഴിഞ്ഞു. എന്നാൽ പെട്ടിയും പ്രമാണമൊക്കെ എടുക്ക്, നമുക്ക് പോവാം. എടി, തുറക്കല്ലേ. ഇനിയിപ്പോ ഇത് അവരല്ലെങ്കിലോ? പിന്നെ ആര്? ഇവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ തിണ്ടിയാണെങ്കിലോ? ഒരു ചാൻസും ഇല്ല. അങ്ങനെ മൂട്ടി സൂര്യ ഉദിച്ചാൽ പോലും എഴുന്നേക്കില്ല. എന്നിട്ടാ ഈ സമയത്ത് നീ തുറന്നേ. കഴിഞ്ഞോ? എന്നാ വാ പോവാം. പിന്നെ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. വെറുതെ ബഹളം വെച്ച് ഇവിടെ ഉള്ളവന്മാരെ എഴുന്നേൽപ്പിക്കരുത്. അതെനിക്ക് തന്നോടാ പറയാനുള്ളത്. ഇനി രണ്ടും കൂടെ അതിനിവിടെ കിടന്ന് അടിവെക്ക്. ഇവറ്റാളെ രണ്ടിനുണ്ടല്ലോ ഞാൻ. അതെ, മെല്ലെ പറ. എന്താ? മുത്തശ്ശിയെ കാണണം. എനിക്ക് വാ, കണ്ടിട്ട് വരാം. എന്താടാ? എടാ മെല്ലെ പറയടാ. എന്താ? ഞങ്ങളെ മുത്തശ്ശിയെ കണ്ടിട്ട് വരാം, പെട്ടെന്ന് പോയിട്ട് വാ. അയ്യോ, അവര് വഴി തെറ്റിപ്പോണ്. ഒന്ന് പതുക്കെ പറ, അവര് മുത്തശ്ശിയെ കാണാൻ പോകുന്നതാ. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല. മുത്തശ്ശി മോളെ, പോയിട്ട് വാ. എൻ്റെ കുട്ടി നന്നായി വരും. മുത്തശ്ശിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ കുട്ടികളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. മായ, നമുക്ക് പോണം. അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. മുത്തശ്ശി, എന്നാ
പോയിട്ട് വരാം. പോയിട്ട് വാ മോളെ. മുത്തശ്ശി ഓർത്ത് മോള് പേടിക്കണ്ട. മുത്തശ്ശി അവരൊന്നും ചെയ്യില്ല. എൻ്റെ മോള് ധൈര്യമായിട്ട് പോ. ആരും കണ്ടൊന്നുമില്ലല്ലോ. ഹേയ്, ഇതുവരെ ആരും കണ്ടിട്ടില്ല. കാണുന്നതിന് മുന്നേ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ഇവിടെയാണെങ്കിൽ കണ്ണും കാണുന്നില്ല. ടോർച്ച് അടിക്കാൻ പറ്റുമോ? എന്നിട്ട് വേണം വെട്ടം കണ്ടിട്ട് എല്ലാവരും കൂടെ പാഞ്ഞു വരാൻ. അപ്പോൾ കണ്ണും കടുപ്പമില്ലാതെ എവിടെയൊക്കെ തട്ടി തടഞ്ഞ് വീണോട്ടെ എന്നാ. ഇവിടെ ഒന്ന് മിണ്ടാതെ നടക്കടാ. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. അല്ല, നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? എങ്ങോട്ട് പോവാൻ എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മുടെ വീട്ടിലേക്ക് പോവാം, അല്ലാണ്ട് പിന്നെ എങ്ങോട്ട് പോകാനാ? അതൊന്നും വേണ്ട. എന്നിട്ട് അമ്മ എങ്ങനെ സമ്മതിച്ചില്ലെങ്കിലോ? അപ്പോൾ നീ കെട്ടിക്കഴിഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ലെങ്കിൽ? അത് പ്രശ്നമില്ല. കെട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അമ്മ സമ്മതിക്കും. അല്ല, അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എൻ്റെ നാട്ടിൽ പോയാലോ? അവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഒരു 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ ഇവരുടെ താലികെട്ടൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിൽ പോകുമല്ലോ. ആ, അവിടെ സീനില്ലെങ്കിൽ എങ്കിൽ അങ്ങോട്ട് പോവാം അല്ലേ? ആ, എങ്ങോട്ടേലൊക്കെ ഒന്ന് പോവാം. വാവ്, ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിന് നിന്നോടാരെ പ്രതീക്ഷിക്കാൻ പറഞ്ഞേ? ഈശ്വര, ഈ കുണ്ടാമാണ്ടിത്തലേൻ്റെ തല ഞാൻ അടിച്ച് ഞാൻ പൊട്ടിക്കും. ഡി ഇത് എൻ്റെ നാട്. ഇവിടെ വന്ന് നിന്റെ നാക്കിനെങ്ങാനും നീളം കൂട്ടാൻ നോക്കി നിന്റെ നാവ് അരിഞ്ഞ് ഞാൻ ഉപ്പിലിട്ട് പട്ടിക്കിട്ട് കൊടുക്കും. തേടി ഡല്ലടാ. എന്താണ്ട നിന്റെ പെങ്ങളോട് അട്ടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ. അല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് അവൾ അറിയും. ചൂടാക്കാൻ എൻ്റെ പൊന്നഞ്ചൊന്ന് നിർത്ത്. നിങ്ങളെ രണ്ടിൻ്റെ പ്രശ്നം എന്താ ശരിക്കും? രണ്ടും കണ്ണന്ന് തുടങ്ങിയതാ ഇത്. അടാ ചേട്ടാ, എനിക്കുണ്ടല്ലോ ഈ മരപ്പട്ടിയുടെ ഫേസ് കാണുമ്പോഴേ ഈ തേക്കാത്ത ചുമരുമ്പ ഇട്ടിട്ട് ഫേസ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരത്താൻ തോന്നും. ആടി വാടി ഇങ്ങോട്ട് വരതാൻ. ഓ ഇവറ്റകൾ ഇങ്ങോട്ട് വന്ന ചേച്ചി. എല്ലാരും പോയി ഫ്രഷ് ആയിക്കോ. നിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇവിടെ 3 റൂമേ ഉള്ളൂ. അതിനെന്താ, ബോയ്സ് ഒരു റൂമിൽ കിടക്കട്ടെ, ഗേൾസിന് ഒരു റൂമിൽ കിടക്കാം. ആ, അത് മതിയല്ലോ. അപ്പോഴും ഒരു റൂം ബാക്കിയായി. അത് പ്രശ്നമില്ല. ഞാനും മായയും കൂടെ ആ റൂമേ. മോനെ, കെട്ട് കഴിഞ്ഞിട്ടില്ല. അത് പ്രശ്നമല്ലടാ. എന്തായാലും കെട്ടാനുള്ളതല്ലേ. അയ്യോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അവള് അവരുടെ കൂടെ കിടന്നോളൂ. നീ ഇങ്ങോട്ട് വാ, ചേട്ടന്മാരെ കൂടെ കിടക്കാം. സമ്മതിക്കൂല തെണ്ടിയോള്. അങ്ങനെ നിന്റെ കെട്ടും കഴിഞ്ഞ്. ഇനിയിപ്പോ എങ്ങനെയാ? എല്ലാരും നാട്ടിൽ പോവല്ലേ? പോണം. അഞ്ചി, നിങ്ങളുടെ അമ്മ എങ്ങനെയാ? ടെററാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ടെററൊക്കെ തന്നെയാ. എനിക്കൊന്നും പറയാൻ വയ്യ. എല്ലാം ഈശ്വരന്റെ കൈകളിലാ. ഡി ചുമ്മാ നീ കൊച്ചിനെ പേടിപ്പിക്കല്ലേ. കൊച്ചോ? ഇവളോ? എന്ന് മുതല്? അയ്യോ, മാതാസ്ത്രീയാണല്ലോ. ഹലോ, എന്താടാ ഒരു മ്ലാനത ഗുണ്ടിത ഭാവം നിനക്ക്? വൃത്തിയോട് പറയുന്നോ? എടാ, ഇത് കാക്കയുടെ കായല്ല. അമ്മ അറിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയ കാര്യമല്ലേ അറിഞ്ഞേ? അല്ല, ഞാൻ ഈ ഗസ്റ്റ് ഹൗസിലുള്ള കാര്യവും അമ്മക്കറിയാം. അതാരാ പറഞ്ഞേ? എൻ്റെ കൂട്ടുകാരൻ തുണ്ടി. നല്ല കൂട്ടുകാരൻ. എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ല്. അവിടെ നിന്ന് എന്താ എടുത്തു വെച്ചെന്ന് വെച്ചാൽ വാങ്ങിക്കോ. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. എനിക്കുള്ളതുമായിട്ട് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. സിഗരറ്റ് വല്ലതും ഉണ്ടെങ്കിലേ മാറ്റി വെച്ചേക്ക്. പോലീസ് നായേക്കാളും നന്നായിട്ട് മണത്ത് കണ്ടുപിടിക്കും എൻ്റെ അമ്മ. വന്നാൻ തോന്നുന്നു. അമ്മ. ആ മോനെ, എവിടെ നിന്റെ കൂട്ടുകാര്? ഞങ്ങളിവിടെ ഉണ്ടോ ആൻറ്റി? മോളുടെ പേരെന്താ? എൻ്റെ പേര് അഞ്ജിത. അഞ്ജിന്ന് വിളിക്കും. ആഹാ, നല്ല പേര്. മോളുടെ എൻഗേജ്മെന്റ് എങ്ങാനും കഴിഞ്ഞതാണോ? ഏയ് ഇല്ല. അത് നന്നായി.
പിന്നെ നിങ്ങളുടെ പേര് പറ. ഞാൻ കിരൺ. ആ ഇവൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ അബി ആൻറ്റി. ആ അറിയാട മോനെ, എനിക്ക് പെമ്പിള്ളാരെ അറിയാത്തത്. മോളുടെ പേര്? ഞാൻ കൃതി. മോളോ? ഞാൻ മായ. തേ താലി. മോളുടെ കല്യാണം കഴിഞ്ഞതാണോ? ആ അമ്മ, അവളുടെ ഹസ്ബൻഡ് ആരാണെന്നറിയോ? ദേ നിൽക്കുന്ന അബി. ഏ നീയാണോടാ മോനെ? അതെ ആൻറ്റി. എന്നിട്ട് എന്താ ആൻറ്റിയോട് പറയാതിരുന്നേ? അത് സാഹചര്യത്തിൻ്റെ ഒരു സമ്പർക്കം മൂലം ഇങ്ങനെ പെട്ടെന്ന് കല്യാണം നടത്തേണ്ടി വന്നു. എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. ആഹാ, ഒളിച്ചോട്ടായിരുന്നല്ലേ അപ്പോ? അങ്ങനെയും പറയാം, അങ്ങനെ പറയാവൂ. ഇങ്ങനെയാ കഴിവുള്ള പിള്ളേര്. നീ ഇങ്ങനെ നടന്നോ? ഏ കണ്ട മക്കളെ, നിങ്ങളുടെ പ്രായത്തിലുള്ള ഒട്ടുമിക്ക പിള്ളേരും പെണ്ണ് കെട്ടി. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരെ കിട്ടാനില്ല. നീ ഈ കോന്തനൊക്കെ എവിടെ നിന്ന് പെണ്ണ് കിട്ടാനാ? അമ്മ അത് പിന്നെ മോളുടെ വീട് എവിടെയാ? വീട്ടിൽ നമ്പർ ഒന്ന് തരാവോ? ഇതെന്റെ പെങ്ങളെ ആൻറ്റി. ആഹാ, അപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ലോ. മോനെ, അച്ഛൻ്റെ നമ്പർ ഒന്ന് തരുമോ? എന്തിനാ ആൻറ്റി? അത് പിന്നെ ഞാൻ ഇവളെ ഒന്ന് ആലോചിച്ചാലോ എന്ന് ആലോചിക്കുക. അല്ല, മോന്റെ പെങ്ങളെ എൻ്റെ മകനൊന്ന് ആലോചിച്ചാലോ എന്ന് ആലോചിക്കുകയാണെന്ന്. അഞ്ച് കല്യാണം ആലോചിക്കുന്ന കാര്യമാ ആൻറ്റി ഇപ്പൊ പറഞ്ഞത്. ആ മിടുക്കി. ചാടിപ്പോയാൽ എന്താ, ബുദ്ധിയുണ്ട്. എടാ, നിന്റെ ചട്ടം വെറുതെ ആയില്ല. ആൻറ്റി പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ എന്ത് പക്ഷേ? ഒരു പക്ഷേയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ മോൻ കേൾക്കും. ആൻറ്റി ഒന്നങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താ ഇങ്ങനെ? ഇതിങ്ങനെയാണ് ആൻറ്റി, അതല്ല ഞാൻ പറഞ്ഞത്. ആൻറ്റി ഒന്നുകൂടെ നന്നായിട്ട് ആലോചിച്ചിട്ട് പോരെ? ഇനിയൊന്നും ആലോചിക്കാനില്ല. എനിക്ക് ഇവൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് കണ്ണടച്ചാൽ മതി. ആൻറ്റിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞിക്കാല് കാണുന്നതിന് പകരം ചിലപ്പോൾ ആൻറ്റിയുടെ ഈ വലിയ കാല് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഓപ്ഷൻ 2, കുഞ്ഞിക്കാല് കാണാനായിട്ട് ആൻറ്റിക്ക് അവിടെ കണ്ണുണ്ടാവില്ല. അല്ല, ഞാൻ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞതാ. ഹലോ. ഹേയ് ബേബി ഡോൾ. കിരൺ, എന്താ എന്നെ വിളിക്കാതിരുന്ന ഇത്രയും ദിവസം? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ട്രെയിനിങ്ങിൻ്റെ കാര്യം? അതിനിടയിൽ എനിക്ക് വിളിക്കാനൊന്നും ടൈം കിട്ടിയില്ല. പിന്നെ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പോഴോ? ഇപ്പോഴല്ല, നാളെ. ഞാൻ അങ്ങോട്ട് വരണ്ടേ? നീ എങ്ങോട്ടും വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. അയ്യോ, ഇവിടെയോ? അതിനെന്താ? അയ്യോ വേണ്ട കേട്ടോ, ഇവിടെ നിന്ന് ആരെങ്കിലൊക്കെ കണ്ട സീനാവും. എന്ത് സീനും? ഒരു സീനുമില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. അയ്യോ, ഇവിടെ അമ്മാവനുണ്ട്, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് എളുപ്പമായില്ലേ? കഷ്ടപ്പെട്ട് പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒന്ന് പോ കിരൺ, എനിക്ക് പേടിയാന്ന്. ഹേയ് ബേബി ഡോൾ, കൂളാവ്, ഒരു പ്രശ്നമില്ല. ഞാനവിടെ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. ആരും ഒന്നും കാണില്ല. ഇനി അതും ഓർത്തുകൊണ്ട് ഇന്നത്തെ ഉറക്ക് കളയാൻ നിൽക്കണ്ട. നീ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. കിരൺ, അത് വേണം, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഹേയ് ബേബി ഡോൾ, ഒന്നുമില്ല രണ്ടുമില്ല ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ ഇനി ഇതും ഓർത്തുകൊണ്ടിരിക്കാതെ ചെന്ന് കിടന്നേ. ഈശ്വര, സമയം ഒരുപാടായി, ഇതുവരെ വന്നില്ലല്ലോ. എപ്പോഴാണ് വരുന്നതെന്നും പറഞ്ഞില്ല, വിളിക്കുന്നുമില്ല. കിരൺ, എനിക്ക് നിന്നെ എത്ര മിസ് ചെയ്തെന്നറിയോ? അങ്ങ് തുടുത്ത് സുന്ദരിയായിട്ടുണ്ടല്ലോ. കട്ടിച്ച് തിന്നാൻ തോന്നുന്നു. അതിനിച്ചിരി പിടിക്കും. മര്യാദക്ക് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ നോക്ക്. അതിനൊക്കെ സമയം ഉണ്ടല്ലോ. അല്ല, എന്തായിട്ട് പെട്ടെന്ന് എന്നെ കാണാനൊക്കെ വന്നത്?
എൻ്റെ പെണ്ണിനെ ഇങ്ങനെ കണ്ടിട്ട് എത്ര കാലമായി. ഇങ്ങനെ അടുത്ത് കാണണമെന്ന് തോന്നി. പിന്നെ ചിലതൊക്കെ പറയാനും ഉണ്ട്. എന്താ പറയാനുള്ള പറ. ബേബി ഡോൾ, നിനക്കറിയാലോ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ കാര്യം. ഞാൻ വർക്കിന് ജോയിൻ ചെയ്യാൻ പോവാ. എവിടെയാ? ബാംഗ്ലൂരോ? അല്ല, മുംബൈ. മുംബൈയോ? അത് ഭയങ്കര ലോങ് അല്ലേ? ലോങ് ഒക്കെ തന്നെയാ, പക്ഷെ അവിടെ നല്ലൊരു ഓഫീസിലാണ് കിട്ടിയിരിക്കുന്നത്. ഓഫീസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്കിത് കളയാൻ തോന്നിയില്ല. അപ്പോൾ എന്നാ ജോയിൻ ചെയ്യുന്നത്? നാളെ. ഇത് പെട്ടെന്നായല്ലോ. ഞാനും ഇത്രയും പെട്ടെന്നാവുമെന്ന് കരുതിയില്ല. എന്ത് പറ്റി ബേബി ഡോൾ? എൻ്റെ ഫേസ് ഡള്ളായല്ലോ. ഞാൻ ഈ വർക്കിന് പോകുന്നത് നിനക്കിഷ്ടമല്ലേ? അതൊന്നുമല്ല. നീ ജോലിക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞ് സെറ്റ് ആക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് ഇനിയും സമയമുണ്ടല്ലോ ബേബി ഡോൾ. നീ ചുമ്മാ ഓരോന്നോർത്ത് മൂഡ് കളയാതെ. ഞാൻ ആരുടെ മൂടൊന്നും കളയാനില്ലേ. എനിക്കിപ്പോ നല്ല മൂടാ. വേണ്ട കിരൺ, വേണ്ട വേണ്ട. ഒരു മുത്തം തരാൻ പാടില്ലെന്നൊന്നും എൻ്റെ അമ്മാവൻ തന്നെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഹലോ, ഞാനിപ്പോൾ വരാം. നിങ്ങളവിടെ എത്തിയോ? ഇതാ വരുന്നു. എന്തായി? കിരൺ വന്നോ? വന്നപാടെ റൂമിൽ കയറി കഥ പഠിച്ചിരിപ്പുണ്ട്. ഒന്നും മിണ്ടുന്നുമില്ല, ഒന്നും കഴിക്കുന്നുമില്ല. അതെന്തു പറ്റി? ഇനി കൃതിയെ കണ്ടില്ലേ? അതിന് വാ തുറന്ന വല്ലതും മൊഴിഞ്ഞാലല്ലേ. ഞങ്ങളെ കൊണ്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. കിരൺ, ഡാ ഞാനാ. നീ എപ്പോൾ എത്തി? ഇതാ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. നീ എന്താടാ വന്ന പാടെ കഥ കടിച്ചിരിപ്പാണെന്ന് കേട്ടല്ലോ. എന്തു പറ്റി? നീ അവളെ കണ്ടില്ലേ? കണ്ടു. പിന്നെ നിനക്കെന്താടാ? അവൾ എൻ്റെ കൃതിയല്ല. പിന്നെ നിന്റെ അപ്പൻ്റെ കൃതിയാ? എന്താണ്ടാ നീ പറയണത്? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൃതിയല്ലടാ അവള്. അവൾ ഒരുപാട് മാറിപ്പോയി. അവളെന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാടാ. അവോയ്ഡ് ചെയ്യാനോ? കൃതിയോ? ഞാനത് വിശ്വസിക്കില്ല. നിനക്ക് തോന്നിയതാവും. എടാ അല്ലടാ. ഓ ഗോഡ്, ഐ ക്യാൻ ബിലീവ് ദിസ്. എന്നാലും അവൾക്ക് എന്തായിരിക്കും ഇവിടെ പെട്ടെന്ന്? നീ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നല്ലോ. ഡേ കിരൺ, പോയ കാര്യം എന്തായി? ഓഹോ, അവൾക്കിപ്പോൾ ജോബൊക്കെ കിട്ടിയപ്പോൾ നിന്നെ വേണ്ടതായോ? വീട്ടുകാർ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എല്ലാവരും വന്നേ, ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് കഴിക്കേ, എനിക്കിപ്പോൾ വേണ്ട. കിരൺ, നീ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. നീ ഇങ്ങനെ പട്ടിണി കിടന്ന പോയവരൊക്കെ തിരിച്ചു വരുമോ? കിരൺ, മര്യാദക്ക് വന്ന് കഴിക്കാൻ നോക്ക്. നിനക്ക് ഈ നിരാശാകാമുകൻ്റെ വേഷം തീരെ ചേരുന്നില്ല. നമുക്കെന്തായാലും അവൾ ഒന്നുകൂടെ പോയി കാണാം. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതെ, അതിനൊക്കെ ഒരുപാട് സമയമുണ്ട്. നീ ഇപ്പോൾ വന്ന് കഴിക്കാൻ നോക്ക്. എന്നാലും അവൾക്കിത് എന്ത് പറ്റി? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവളിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവളിങ്ങനെ മാറുമെന്ന്. കിരൺ പോയി നേരിട്ട് വന്ന് കണ്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയത് വിശ്വസിക്കാതിരിക്കുക? അതും ശരിയാ. ഇനിയിപ്പോൾ അവളുടെ വീട്ടുകാരെങ്ങാനും ഇവരുടെ ബന്ധം എതിർത്തതാണെങ്കിലോ? ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും എന്തിനു വേണ്ടിയാ അവോയ്ഡ് ചെയ്യുന്നത്? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ ശ്രമിക്കേണ്ടത്. മായ, നിങ്ങളിവിടെ കത്തി അടിച്ചുകൊണ്ടിരിപ്പാണോ? നീ ചെന്ന് മോളെടുത്തേ. മോള് കരയുന്നുണ്ട്. എനിക്ക് കുറച്ച് വർക്കും കൂടെ ഉണ്ട്. വൈശു, കൃതി എവിടെ? അവൾ കിടന്നടാ. ആഹാരമൊന്നും വേണ്ടെന്നാ പറയുന്നത്. കിടന്നോട്ടെ. അവൾക്ക് നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച്. വാ, നമുക്ക് പോയി കഴിക്കാം. ഈശ്വര, അവനൊരാപത്ത് വരുത്തല്ലേ.
സ്വപ്നം കണ്ടു അല്ലേ? ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. കുറച്ച് വെള്ളം കുടിക്കേ. നീ കിടന്നോ. നീ ഇതങ്ങോട്ടടാ? ബാൽക്കണിയിലേക്ക്. എടാ നിനക്ക് പ്രാന്തൻ്റെ ഈ സമയത്ത് അവിടെ പോയിരിക്കാം. എന്ത് മഞ്ഞാണെന്നറിയോ? അധിക സമയം ഇരിക്കില്ലടാ. കൃതി, നീ ഇതെങ്ങോട്ട് രാവിലെ തന്നെ? സൺഡേ അല്ലേ, ചെറിയൊരു ഷോപ്പിംഗ്. എടി, ഞങ്ങളോട് എന്താ നേരത്തെ പറയാത്തെ? ഒറ്റക്ക് പോകണ്ടായിരുന്നല്ലോ, ഞങ്ങൾ വരുമായിരുന്നല്ലോ. ഒറ്റക്ക് പോയാൽ എന്താടി പ്രശ്നം? നമ്മുടെ കൂടെ എപ്പോഴും എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കാൻ പറ്റും നമുക്ക്? തനിച്ചൊക്കെ പോയി ശീലിക്കണ്ടേ? ഞാൻ പോയി വരാം കേട്ടോ. ഓഫീസിൽ പോലും ഒറ്റക്ക് പോവാത്ത പെണ്ണാ. അവൾക്ക് അത്രക്ക് സങ്കടം ഉണ്ടടി, അതുകൊണ്ടാ. ഈ സമയത്ത് അവൾ തനിച്ചിരിക്കാനൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മളതിനിടെ കയറി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ ഓക്കെ ആയിക്കോളും. അപ്പം നമ്മുടെ അടുത്തേക്ക് വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.